ഞാൻ പാലക്കാട് എം പി മേന സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളുടെയും നമ്മൾ സാജൻ സർക്കാരുടെ രണ്ടാളുടെയും മാറി മാറി കേൾക്കുന്ന ആളാണ്. കറക്റ്റ് ആയിട്ട് ഉത്തരം പറയും. കറക്റ്റ്. ഞാൻ നിങ്ങളെ ഫാനാ ടോട്ടലി. ചെറിയാന്റെ പറ്റി ഇങ്ങനെ ഒരു കോളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഡോക്ടർ KM ചെറിയാൻ. പക്ഷെ ഈ മനുഷ്യൻ പണ്ട് ഒരു 35 years ബിഫോർ എന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മദ്രാസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. ASD ക്ലോഷർ ആയിരുന്നു എനിക്ക്. അങ്ങനെ എന്റെ ബ്രദർ ഡോക്ടറാണ്, മോഹൻദാസ്, സ്കോട്ട്ലൻഡില്. മൂപ്പറുടെ സീനിയറാണ് പഠിക്കുമ്പോ. അപ്പോ അന്നേരം ഒന്നും ഇങ്ങനെ ഒരു ജാടയോ പണത്തിന്റെ ആർത്തിയോ ഒന്നുമില്ല. ഇങ്ങനെ ഇത് പറ്റിയ എനിക്കറിയില്ല. കാരണം ഈ എല്ലാവരും നല്ല മോശ അഭിപ്രായം പറയുമ്പോൾ ഒരു നല്ല അഭിപ്രായം കൂടി ഒരു അനുഭവപ്പെട്ടുകൊണ്ട് എന്റെ അനുഭവത്തിൽ കൂടിയാ പറയുന്നത്. എങ്ങനെ ഇത് വന്നിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്കാരൻ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എനിക്കൊരു സംശയം. താങ്കളുടെ എന്റെയോ പേര് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു ആദ്യമേ സൂചിപ്പിച്ച കാര്യം, ഇവരാരും ജാടയോടുകൂടി അല്ല. ഇവരൊക്കെ വളരെ സാധാരണ കുടുംബത്തിലുണ്ടായി. എനിക്ക് തന്നെ അറിയാവുന്ന ഇവിടുത്തെ പല കാർഡിയോളജിസ്റ്റുകളും ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാതെ പോകാൻ ഒരു വണ്ടി പോലും, PG ക്ക് പഠിക്കുമ്പോൾ പോലും പോകാൻ വണ്ടിയില്ലാതെ ലിഫ്റ്റ് അടിച്ച് ബൈക്കിന്റെ പുറകിൽ പോയ ആളുകള്, വീട്ടിൽ ഇരിക്കാൻ കസേരയില്ലാഞ്ഞിട്ട് പാട്ട മടക്കി ചാക്ക് മടക്കിയിട്ട് ആദ്യമേ കിട്ടിയ സ്റ്റൈഫൻഡ് കൊണ്ട് വീട്ടിൽ കസേര മേടിച്ചവരെ കാർഡിയോളജിസ്റ്റുകളെ അറിയാം. ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം 8ഉം 10ഉം ഹോസ്പിറ്റലുകളുടെ ഉടമകളാണ്. ഏറ്റവും വലിയ കള്ളപ്പണത്തിന്റെ ഇടപാടുകാരാണ്. മാഫിയ പ്രവർത്തനങ്ങളുടെ ഇന്ത്യയിൽ എവിടെ ഒരു സ്റ്റെന്റ് ഇട്ടാലും കമ്മീഷൻ അടിക്കുന്ന സൈസ് മാഫിയ ലെവലിലേക്ക് വളർന്ന ആളുകളുണ്ട്. അന്നേരം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പേര് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്കും അവര് അത്ര മണ്ടന്മാരാണോ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു പേര് കേൾക്കൂ. എന്റെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് 2 പേരുണ്ടായിരുന്നു അന്നത്തെ ദിവസം. മൂപ്പറും ബാക്ഷി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന ആളാണ്. ഐ വാസ് പ്രൊഫസർ ദർ. ഇപ്പൊ മൂപ്പര് മദ്രാസിലാണ്. മൂപ്പര് കൂടെ അനുസരിച്ച് തരുന്ന ഒരു അജു ജേക്കബ്, അങ്ങനെ എന്റെ ബ്രദറിന്റെ ഒപ്പം പഠിച്ചാണ് മംഗലാപുരത്ത്. അപ്പോ ഈ 2 ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ ഉള്ള കിടക്കുമ്പോ എന്നെ ചെയ്ത ആൾക്കാരാണ്. പക്ഷെ ഈരൊക്കെ ഒരു ഇതുണ്ട്, ഈഗോ ഉണ്ട്. ആർക്ക് ശരിയെന്നെ അയാളുടെ പേരെ വരാവൂ. ഭക്ഷി ചെയ്താലും ഭക്ഷിയുടെ പേര് വരത്തില്ല. പക്ഷെ ഭക്ഷി ഈസ് ബ്യൂട്ടിഫുൾ മാൻ. അയാളുടെ എല്ലാ സർജറിയും ടോപ്പാണ്. ഈസ് ഈക്വൽ ടു KM ചെറിയാൻ. പക്ഷെ പേര് കൊണ്ടുപോകുന്നത് ഇയാളാണ്. പക്ഷെ അന്നും ഇയാൾക്ക് ആർത്തിയൊന്നും ഇല്ല കേട്ടോ. പണ്ട് എത്രയോ കൺസെഷൻ എന്റെ കണ്ണിന്റെ മുമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ ഇത് സംഭവിച്ചു അറിയുന്നില്ല സർ. ഞാൻ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഈ ട്രൂ ചാനലിൽ കേൾക്കുമ്പോൾ ഞാനും വൈഫ് അന്താനിക്കുന്നു. എന്ത് ഇങ്ങനെ ആർത്തി ആയോ പണം കൊണ്ട്? ഇത്ര ആർത്തി എവിടെ കൊണ്ട് വെക്കാൻ പോണത്? ഒന്നോർത്തുക, ഇദ്ദേഹത്തിന്റെ പ്രസൻസ് ഇല്ലെന്നിരിക്കെ, ഇദ്ദേഹത്തിന്റെ കാര്യമായ സ്റ്റേക്ക് ഇല്ലെന്നിരിക്കെ, ഇദ്ദേഹത്തിന്റെ പേര് തന്നെ ഉപയോഗിച്ചൊരു ആശുപത്രി ഒരു തേർഡ് പാർട്ടിക്ക് നടത്തുവാൻ അനുമതി കൊടുക്കുക, അവർക്ക് ഈ പേര് ഉപയോഗിച്ചുകൊണ്ട് കച്ചവടം നടത്താനായിട്ട് പെർമിഷൻ കൊടുക്കുക, എന്നിട്ട് അതിന്റെ സ്റ്റേക്ക് പറ്റുന്ന ആളെ എന്താ നമ്മൾ പറയേണ്ടത്? അത് തെറ്റാണ്. അത് കംപ്ലീറ്റ് അതിന് ചെയ്യാനേ പാടില്ല. ഒരു നല്ല തറവാടിയാണെങ്കിൽ KM ചെറിയാൻ അങ്ങനെ ആ ഭാഗത്തേക്ക് പോവാനേ പാടില്ല. എന്നിട്ട് ഞാൻ അറിയുന്നില്ല, എന്റെ പേര് മിസ്യൂസ് ചെയ്യുകയാണ്. അവൻ തരുന്ന പൈസയും മേടിച്ചോണ്ട് മാസം തരുന്ന ഈ കൊള്ളമുതലിന്റെ ഞാനതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് അടികൊള്ളുന്ന സൂപ്പറാണ്. അതിനാണ് എനിക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട്. കാരണം നിങ്ങൾ പറയാനുള്ളത് മോത്തടിച്ചു വരും. ഞാൻ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഈ ഗ്യാപ്പിന്റെ ഇടയിൽ ഈ 2 ചാനലും കാണുന്ന ആളാണ്. ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കണ്ടിട്ടേ പോകുള്ളൂ. ഇനി അഥവാ വല്ല ടോപ്പിക് കാണാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്റെ പോസ്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്റെ പണി കഴിഞ്ഞ് വന്ന ശേഷം വീണ്ടും ഞാൻ കാണും. കാരണം നിങ്ങളെ അത്ര നല്ല കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അത് പറയണം, ജനങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വിഡ്ഢിയന്മാരല്ല. ആ കാലം മാറി, പറഞ്ഞു കൊടുക്കണം. അതാണ് സത്യസന്ധത. ഇത് ഈ ആരോഗ്യ മേഖലയും ഇത് എന്തോ വലിയ എന്താ പറഞ്ഞ ജനസേവന കാരുണ്യം എന്ന് പറഞ്ഞ ഇറ്റ്സ് എ പക്ക ബിസിനസ്. എന്റെ മകൻ ഡോക്ടറാണ്. അപ്പൊ എന്റെ മകൻ പറഞ്ഞു ഇന്ന് ക്ലിനിക്കില് മറ്റേ എക്സ്റേ എടുത്തിട്ട് വന്നുള്ളൂ. എവിടെ പോകണം? എവിടെ വേണമെങ്കിൽ പോവാൻ. അപ്പോഴേക്കും ക്ലിനിക് ലാബ് വന്നു. ബോഡി സ്കാനിന് ഇത്ര % ഡോക്ടർക്ക് തരാമെന്നു. അവൻ പറഞ്ഞു എനിക്ക് തരണ്ട, ഞാൻ ബാക്കിൽ ഇൻറ്റു അടിക്കും, അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം. അത് പറ്റത്തില്ല, അത് ഞങ്ങൾക്ക് നടക്കില്ല. അത് എന്താ കൊണ്ട് നടക്കില്ല?
കാരണം എല്ലാവരും മനുഷ്യൻ, നിങ്ങൾ പറഞ്ഞ സുനിൽ പറഞ്ഞ പോലെ അവരവരുടെ പോക്കറ്റ് നിറക്കുക. ഇതാണ് മനുഷ്യന്റെ. ഇന്ന് എല്ലാ ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം, ആശുപത്രി ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളിലും പെർസെന്റേജ് ബേസ് ആണ്. അതെ, ഒരു ബേസ് ഫിഗർ മാത്രമേ സാലറി, ബാക്കി എല്ലാം അവർ റെഫർ ചെയ്യുന്ന, അവർ നടത്തുന്ന സർജറിയുടെ പെർസെന്റേജ്, ഫാർമസിയുടെ പെർസെന്റേജ്, ലാബ് ടെസ്റ്റുകളുടെ പെർസെന്റേജ്, IP ആക്കുന്നതിന്റെ പെർസെന്റേജ്, 100% ക്രോസ് കൺസൾട്ടേഷന്റെ പെർസെന്റേജ്, ഇതിന്റെ എല്ലാം ലംസമാണ് അവർക്ക് കിട്ടുന്നത്. 100%. ഇവിടുന്ന് കോയമ്പത്തൂർ പോയാൽ അതിന് കൂടും. കാരണം എന്താ വെച്ചാൽ അവരുടെ ആൾക്കാർക്ക് അറിയാം, മലയാളീസ്ക്ക് അവിടെ നല്ല ഡോക്ടർമാരുണ്ടല്ലോ, എന്താ നമ്മുടെ അടുത്ത് വരുന്നത്, അപ്പൊ ഒരു ഇരട്ടി കൂടും. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അത് നിങ്ങൾ പറഞ്ഞ 100% കറക്റ്റ് ആണ്. എനിക്ക് ഈ മോമെന്റ് ഷെയർ ചെയ്യാൻ തന്ന സമയം തന്നത് വളരെ സന്തോഷം. വളരെ സന്തോഷം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.